ഇന്ന് യൂപ്രതിഭയെ പറഞ്ഞപ്പോഴത്തേന് യൂപ്രതിഭയുടെ എന്തോ സ്ത്രീയെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങള് നിരന്തരം ഈ സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് തനി അസംബന്ധമാണ് പറയുന്നത്. പലപ്പോഴും ദിവസവും ഞങ്ങളുടെ അസംബന്ധം പറയുന്നത്. ഞങ്ങളുടെ വസ്തുവിനകത്ത് 17 സെന്റിനകത്തോട്ട് ഞങ്ങളുടെ ഇത് ഞങ്ങളുടെ വീട് നിൽക്കുന്നതും ഇതിന്റെ തൊട്ട് വടക്കേട്ട് 17 സെന്റ് സ്ഥലമുണ്ട്. അതിനകത്തോട്ട് ഞങ്ങൾ ഇതേ തൊട്ട് തന്നെ ഞങ്ങൾ അതിനകത്തോട്ട് ഇറങ്ങുമ്പോൾ നിരന്തരം ഞങ്ങളെ ചീത്ത വിളിക്കുന്നു. ഒരു നിർത്തുമില്ലാതെ ഞങ്ങളെ ചീത്ത വിളിക്കുക. പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ വ്യഭിചാരി, കാമഭ്രാന്തി, പിന്നെ കിടന്നുറങ്ങുന്നതിന് വരെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇന്നലെ ഞങ്ങളെ ക്യാമറ ഓഫ് ചെയ്ത് ഇന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്. അവരെ വിളിക്കുന്ന അവര് പറയുന്നത് ഓഫ്ലൈൻ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ക്യാമറ ആക്കി വെച്ചിരുന്നത്. ഓഫ്ലൈൻ ആയാലും ശരി എന്തായാലും ശരി ക്യാമറ റെക്കോർഡിംഗ് ഒന്നും ഇല്ല ഈ ഒരു ക്യാമറയ്ക്കകത്ത്. അങ്ങനെ പല പല കള്ളത്തരങ്ങൾ ഇവന്മാർ കാണിക്കുന്നത്. കഥയുണ്ടാക്കുക ഞാൻ കണ്ടുപിടിച്ചൊക്കെയാന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാർ കഥയുണ്ടാക്കുക. ഇങ്ങനെ വലിയ ചൈന വരുന്നതിലൊക്കെ കെട്ടിവെച്ച് ചൈന ആണുങ്ങൾ നിമിഷം പ്രതി ആണുങ്ങൾ വരുന്നത്. വണ്ടിയെ ഇങ്ങനെ 100 ആണുങ്ങളാണ് ഇവരുടെ വീട്ടിലോട്ട് പോകുന്നത്. വന്നിട്ട് തിരക്കി കാണാൻ പറ്റും. 100 ആണുങ്ങളായി സാധാരണ മന്ദിരത്തിലോ 2 വീടുകളിലോട്ട് പോകുന്നത്. തുമ്പി എന്ന് പറയുന്നവരുടെ പേര് അവിടെ ഒരു KH-29G1222 എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നൊരുത്തം വരുന്നത്. പിന്നെ അങ്ങനെ പല പല എണ്ണങ്ങളാണ് നിമിഷം പ്രതി വരുന്നത്. അവിടെ ഇതുപോലെ തന്നെ കെയ്ക്കയുടെ സാധാരണ മന്ദിരത്തില് സോമരാജന്റെ അവിടെ ഇതുപോലെ തന്നെ ഒരു ശ്രീലത എന്ന് പറഞ്ഞ അവരുണ്ട്. അവരുടെ വീട്ടിലോട്ട് ഇതുപോലെ തന്നെ മോഹൻ സിംഗിന്റെ വീട്ടിലോട്ട് നിമിഷം പ്രതി പല കാറുകൾ വന്ന് രാത്രി കിടക്കുക. പല ഇതൊന്നും ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങളുടെ വീട്ടിൽ ആളുകൾ വരുന്നത് പറയാൻ പറ്റില്ല. ഇതുപോലെ ഞങ്ങളെ വന്നിട്ട് വ്യഭിചാരി ഇതാ ദിവസം ഇന്നും അവൻ വിളിക്കുന്നുണ്ട്. വ്യഭിചാരി മറ്റേത് എന്നെല്ലാം ഞങ്ങളെ വിളിക്കുക. ഞങ്ങളെ നിരന്തരം ഞങ്ങളെ ആക്ഷേപിക്കുന്നു. ഞങ്ങളെ റിപ്പോർട്ടിന്റെ ഞങ്ങളുടെ യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിരന്തരം ചീത്ത വിളിച്ചിരുന്നത്. ഇവർ ഇൻഷുറൻസ് മോഷ്ടിക്കണമെന്ന് ഞങ്ങളെ വെച്ച് അതിനാണ് നിങ്ങൾ ആശുപത്രി പോയി യഥാർത്ഥത്തിൽ പ്രാന്തുള്ള ഒരു മനുഷ്യരെ എന്ന് പോലും വിളിക്കാൻ പറ്റില്ല. അവൻ അന്നേരം ജയിലിലാക്കും. അവനെ ഒരു യഥാർത്ഥത്തിൽ മാനസിക രോഗമുള്ള ഒരു വ്യക്തിയുടെ വീടിന്റെ മുന്നിലോ വീടിന്റെ പരിസരത്തോ നിന്ന് അവരെ എന്തെങ്കിലും പറഞ്ഞാൽ ആ നിമിഷം പോലീസിനെ വിളിച്ചാൽ ആ നിമിഷം പോലീസുകാർ വരും. വന്നേക്ക് ഇങ്ങനെ അവരെ ശല്യം ചെയ്യുന്നതിന് അവരുടെ നമുക്ക് അങ്ങനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ നിരന്തരം ഇവന്മാർ ചീത്ത വയ്ക്കുക. എന്താ പറയുക, ആശുപത്രി പോയി ഇവർക്ക് ഇൻഷുറൻസ് വേണം. ആശുപത്രി പോയിട്ട് ഇവർക്ക് ആശുപത്രി പോയിട്ട് ഇൻഷുറൻസ് വേണം. ജോബലോക്ക് ഇൻഷുറൻസ് അവരൊക്കെ പറയാ പോയി ആശുപത്രി പോയിന്ന്. ഇവന്മാർ ഇങ്ങനെ അവന്മാരുടെ കയ്യിൽ 18 ദിവസം നമ്മളെ മയക്കിയിട്ട് ഇതുപോലെ പലതും ഉണ്ട്. ഇതിന്റെ ഈ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ അവന്റെ മോനെ ഇതുപോലെ കൊണ്ട് മയക്കിയിട്ടേച്ച് കയ്യും കാലും കെട്ടിയിട്ട് ഇതുപോലെ മയക്കുമരുന്ന് എല്ലാം കൊടുത്തിട്ടേച്ച് ചാടിപ്പോകാതിരിക്കാൻ കയ്യും കാലും കെട്ടിയിട്ട് അവന് മൂക്കിയൊക്കെ നിങ്ങൾ തിരക്കി നോക്കിയോ. വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൽ കിടക്കുന്നവരവന് കോമയിൽ കിടക്കുന്നവരവനൊന്നും മൂക്കൊന്നും ചോദിച്ചില്ല. അവന്റെ കൈ ബ്രെയിന് കുഴപ്പമുണ്ടെങ്കിൽ മൂക്കി അറിയുമെന്നാണോ നിങ്ങൾ പറയുന്നത്? അവനൊന്നും ചെയ്യത്തില്ല. ഇവനൊന്നും ഒരു കുഴപ്പമില്ല. മയക്കുമരുന്ന് വിട്ടാൽ ചാടിപ്പോകാതിരിക്കാൻ കാലും കൈയും കെട്ടിയാൽ നെയ്ച്ചോറിലിട്ടിരുന്നു. അതുപോലെ നല്ല ICU ഒന്നുമല്ല. ICU എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം എന്തോ ICU എന്നൊക്കെ. ഒരു കോമേ സ്റ്റേജിലൊക്കെ കിടക്കുന്ന ആ വ്യക്തിക്ക് എന്തെല്ലാം ട്രീറ്റ്മെന്റ്, അതും ആ ഇനീഷ്യൽ സ്റ്റേജിൽ എന്തെല്ലാം ട്രീറ്റ്മെന്റും എന്തെല്ലാം രീതിയിലുള്ള റിക്കവറിക്ക് വരുത്താൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന രീതികളിലുള്ള അതോ ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. കാണാത്തൊന്നുമില്ല. ഇവനെ വെറുതെ ഒരു മറച്ചു കെട്ടിയ ഒരു കുന്തത്തിനകത്ത് കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ് ഇവനെ. എന്നിട്ട് ഇതിന് വല്ല കുഴപ്പമുണ്ട്? ഒരു കുഴപ്പമില്ല. ഇച്ചിരി മയങ്ങി ഇങ്ങനെ കിടക്കുന്നത് തന്നെ ഉള്ളത്. അപ്പൊ ഒരു മയങ്ങുന്നത് അവിടെ നെയ്ച്ചോറിലുണ്ട് ഇങ്ങനെ ചുമ്മാ കെട്ടി ഇങ്ങനെ കാർഡ്ബോർഡ് വെച്ച് കെട്ടി ICU പോലും ICU. എന്നിട്ട് അതിനകത്ത് കൊണ്ടിട്ടിരുന്നു. എന്നിട്ട് ഇവന് 7 മാസം കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഇവനൊരു കൊച്ചിന്റെ അച്ഛനാണ്. ഈ വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൽ ബ്രെയിൻ കോമയിൽ കിടന്നവൻ ഒരു കൊച്ചിന്റെ അച്ഛനായി. എന്നിട്ട് പിന്നെ ഡ്രാമ എന്തോ ഞങ്ങളെ വച്ചല്ലേ ഇവർ ആരുടെ അറിയാം അവൾ അവന്റെ കൂടെ തന്നെയാണ് നിന്നത് എന്നിട്ട് പറയുന്നതാണ്. ഇതൊക്കെ ഡ്രാമ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റുമോ? ആളുകൾ സംശയിക്കത്തില്ലയോ ഇവരാണോ ഇവരുടെ കൊച്ചു കൊണ്ടായ ഒരു കുഴപ്പമില്ല. ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും വേണ്ടായോ ഒരു കൊച്ചു ജനിക്കണമെങ്കിൽ? അപ്പൊ ഫിസിക്കലി ഒരു കുഴപ്പമില്ല. ഫിസിക്കലി ഫിറ്റും എല്ലാം നോർമലാണ് അവൻ. അപ്പം അതിനാണ് അവൻ പറയുന്നത് കൊച്ചേ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും വേണ്ടായോ ഒരു കുഞ്ഞ് ജനിക്കുന്നതിന്.